അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 17/4/2026 ഖുലിൽ ഹംദുലില്ലാഹ് എന്ന ശീർഷകത്തിൽ അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കാൻ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. സർവലോക പരിപാലകനായ അള്ളാഹുവെ, നിനക്ക് നിന്റെ വിശേഷണങ്ങളോട് യോജിക്കുന്ന വിധത്തിലുള്ള സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠ നാമങ്ങളിൽപ്പെട്ടതാണ്, അള്ളാഹുവിൻ്റെ ഉയർന്ന വിശേഷണങ്ങളിൽപ്പെട്ടതാണ് അൽ ഹമീദ്, സ്തുതിക്കപ്പെട്ടവൻ എന്ന നാമം. അള്ളാഹു സ്വയം സ്തുതിക്കപ്പെട്ടവനാണ്. അവൻ്റെ പ്രവൃത്തികൾ ഏറെ സ്തുത്യർഹമാണ്. അവൻ നൽകുന്നതും തടയുന്നതും വിധിക്കുന്നതും വിലങ്ങുന്നതുമൊക്കെ സ്തുതികളോട് ബന്ധപ്പെട്ടിട്ടാണ്. സ്തുതി, ഹംദ് എന്ന പദം അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമായതാണ്. കലിമത്തുൻ അഹബ്ബഹല്ലാഹു ലിനഫ്സിഹി വറളിയഹാ ലിദാത്തിഹി വഅഹബ്ബ അൻ തുഖാൽ. അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതും അവൻ ഇഷ്ടപ്പെടുന്നതും അത് പറയാൻ അവൻ പ്രേരിപ്പിക്കുന്നതുമാണ്. മഹാനായ സ്വഹാബി വര്യൻ അൽ അസ്വദ് ബിൻ സരീഅ് റളിയല്ലാഹു അൻഹു തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ്, ഇന്നി മദഹ്തു റബ്ബി അസ്സ വജല്ല ബിമഹാമിദ. തിരുദൂതരെ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ കൊണ്ട് കുറേ ഞാൻ അവന് സ്തുതികൾ അർപ്പിച്ചിട്ടുണ്ട്. റസൂൽ അപ്പോൾ ആ സഹാബിയോട് ചോദിച്ചു, അമാ ഇന്ന റബ്ബക യുഹിബ്ബുൽ ഹംദ. നിനക്കറിയില്ലേ, നിന്റെ രക്ഷിതാവിന് സ്തുതി ഏറെ പ്രിയപ്പെട്ടതാണ്. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വിശേഷണങ്ങൾ പറയുക, സർവ ബഹുമാന ആദരവുകളോടുകൂടെ അവനെ വാഴ്ത്തുക. എല്ലാ സ്തുതികൾക്കും അർഹൻ അള്ളാഹുവാണ്. അവനാണ് നാം നന്ദി പ്രകടിപ്പിക്കേണ്ടത്. എല്ലാ സ്തുതികളെയും ഉടമപ്പെടുത്തുന്നവൻ അവനാണ്. അതിൻ്റെ കാര്യകാരണങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിക്ഷിപ്തമാണ്. അവൻ നമുക്ക് കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരുന്നു. അതിനും നാം അവനെ സ്തുതിക്കാൻ ബാധ്യസ്ഥരാണ്. നബിതങ്ങൾ പറഞ്ഞു, വലാ അഹദുൻ അഹബ്ബ ഇലൈഹിൽ ഹംദു മിനല്ലാഹ്. അള്ളാഹുവിനേക്കാൾ സ്തുതിക്ക് ഏറെ ഇഷ്ടപ്പെട്ടവനായി വേറെ ആരും ഇല്ല. വദാലിക അന്നഹു ഹമിദ നഫ്സഹു. കാരണം അള്ളാഹു അവനെ സ്വയം സ്തുതിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അവനെ സ്തുതിച്ചു പറയുന്ന 20-ലധികം ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. 5 സൂറത്തുകളുടെ പ്രാരംഭം അള്ളാഹുവിൻ്റെ സ്തുതികളെ കൊണ്ടിട്ടാണ്. ഏറെ മഹത്വമുള്ള സൂറത്തുൽ ഫാത്തിഹയിൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതിൻ്റെ തുടക്കം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോക പരിപാലകനായ അള്ളാഹുവെ, നിനക്ക് സ്തുതികളർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ്. അതോടൊപ്പം സൂറത്തുൽ അൻആം അള്ളാഹു അവൻ്റെ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ച് പറയുന്നതും സ്തുതി കൊണ്ടിട്ടാണ് ആരംഭിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് വജഅലൽ ളുലുമാതി വന്നൂർ. സൂറത്തു അൽ കഹ്ഫ് അള്ളാഹു മനുഷ്യൻ നേർമാർഗം കാണിച്ചു കൊടുത്തത്, അതോടൊപ്പം തന്നെ അവർക്ക് വെളിച്ചമായി വിശുദ്ധ ഖുർആൻ ഇറക്കിക്കൊടുത്തതൊക്കെ പറയുമ്പോഴും അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ എന്ന സ്തുതികളോടുകൂടെയാണ്. സൂറത്തു സബഇന്റെ പ്രാരംഭം അള്ളാഹുവിൻ്റെ അധികാരങ്ങളുടെ വ്യാപ്തി, അവൻ്റെ അറ്റമില്ലാത്ത അറിവ്, എത്ര യുക്തിഭദ്രമായാണ് അവൻ ഓരോ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വലഹുൽ ഹംദു ഫിൽ ആഖിറതി വഹുവൽ ഹകീമുൽ ഖബീർ. സ്തുതികളെ കൊണ്ടിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. സൂറത്തു ഫാത്തിർ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെപ്പറ്റി, അവൻ്റെ അപാരമായ കഴിവിനെപ്പറ്റി, അവൻ്റെ നിയന്ത്രണങ്ങളെപ്പറ്റി. അൽഹംദുലില്ലാഹി ഫാത്തിരിസ് സമാവാതി വൽ അർദ് ജാഇലിൽ മലായികതി റുസുലൻ ഉലി അജ്നിഹത്തിൻ മസ്നാ വസുലാസ വറുബാ യസീദു ഫിൽ ഖൽഖി മാ യശാഉ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദ് വമൻ ഫീഹിന്ന വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി
ഏഴാകാശങ്ങളും ഭൂമിയും അവകളിലുള്ള മുഴുവൻ സൃഷ്ടിചരാചരങ്ങളും അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുന്നു. അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കാത്തതായി ഒന്നും ഇല്ല. അള്ളാഹുവിന് നാം സ്തുതികൾ അർപ്പിക്കുകയാണ് ഏറെ ശ്രേഷ്ഠമേറിയ ഇബാദത്തായ നിസ്കാരത്തിലൂടെ. ഒരു ദിവസം 17 തവണയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നാം നിസ്കാരത്തിലൂടെ അവനെ സ്തുതിക്കുന്നത്. നമ്മുടെ റുക്കൂഇൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അള്ളാഹു കേൾക്കുന്നുണ്ട് എന്ന നിലക്ക് സമി അല്ലാഹു ലിമൻ ഹമിദ സ്തുതികൾ അർപ്പിക്കുകയാണ്. റബ്ബന വലക്കൽ ഹംദു ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. നാം ദിനേനെ നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനെ എത്രയാണ് സ്തുതിക്കുന്നത്? നമ്മുടെ മനസ്സുകളിൽ അത് നിറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ സ്തുതികൾ അങ്ങനെ എപ്പോഴും അത് ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മനുഷ്യൻ എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്. അവൻ്റെ ജീവിതത്തിൽ സദാസമയവും അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കണ്ടാൽ അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത് അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുകയാണ്. നമ്മെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കണ്ടാലോ അപ്പോഴും അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ നാം അവിടത്തെ മാതൃകയാക്കുകയാണ്. ഒരു സത്യവിശ്വാസി അവൻ്റെ സന്തോഷവേളകളിലും സന്താപവേളകളിലുമൊക്കെ അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കും. എപ്പോഴും അവൻ്റെ റബ്ബിന് വാഴ്ത്തിപ്പറയുന്ന നാവ് അവനിലുണ്ടാകും. അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുന്ന വിശ്വാസികൾ പ്രത്യേകം നമ്മുടെ സന്താനങ്ങൾക്കും അത് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മക്കളുടെ മനസ്സിലും അള്ളാഹുവിൻ്റെ സ്തുതികൾ നിറഞ്ഞു നിൽക്കണം. എപ്പോഴും അവരുടെ പ്രഭാത പ്രദോഷങ്ങളിലൊക്കെ അവർ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ഒക്കെ അള്ളാഹുവിനെ സ്തുതിച്ച് പറയണം. ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ല യർളാ അനിൽ അബ്ദി അൻ യഅകുലൽ അക്ലത ഫയഹ്മദഹു അലൈഹാ. അള്ളാഹു ഒരു അടിമയെപ്പറ്റി സംതൃപ്തനാകും അവനൊരു ഭക്ഷണം കഴിച്ച് അള്ളാഹുവിനെ സ്തുതിച്ച് പറയുമ്പോൾ. ഔ യശ്റബ ശർബത ഫയഹ്മദഹു അലൈഹ, അല്ലെങ്കിൽ അവനൊരു വെള്ളം കുടിച്ച് അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കുമ്പോൾ അള്ളാഹു അവനെ തൊട്ട് സംതൃപ്തനാകും. വിദ്യാർത്ഥികൾ അവരുടെ പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു, പരീക്ഷകളിൽ നമ്മുടെ മക്കൾ ജയിച്ചു. അപ്പോൾ അവരോടും നാം പറയണം, അള്ളാഹുവിനെ സ്തുതിക്കുന്നില്ലേ, ഓർമ്മപ്പെടുത്തണം. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാൻ വിശ്വാസം നൽകി. അതിൽ നാം അള്ളാഹുവിനെ സ്തുതിക്കാൻ ബാധ്യസ്ഥരാണ്. മുസ്ലിമായി നാം ജീവിക്കുന്നു, അള്ളാഹുവിനെ സ്തുതിക്കണം. നമുക്ക് അവൻ വിശുദ്ധ ഖുർആനിനെ ഇറക്കിത്തന്നു, അള്ളാഹുവിനെ സ്തുതിക്കാൻ നാം ബാധ്യസ്ഥരാണ്. നമുക്ക് സമാധാനവും സുരക്ഷിതത്വവും ആരോഗ്യവും തന്നതിൻ്റെ പേരിലും റബ്ബിനെ സ്തുതിക്കണം. നാം ഒക്കെ ഒരേ സ്വരമുള്ളവരാണ്, ഭിന്നാഭിപ്രായക്കാരാക്കിയില്ല. അള്ളാഹുവിനെ നമ്മൾ അതിലും സ്തുതിക്കണം. നമ്മുടെ വീടുകളിൽ, നമ്മുടെ മജ്ലിസുകളിൽ, നമ്മുടെ ചലന നിശ്ചലങ്ങളിലൊക്കെ നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന റബ്ബിന് എപ്പോഴും സ്തുതികൾ അർപ്പിക്കണം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. നമുക്ക് അവൻ കണ്ണിന് കുളിർമയായ ഇണകളെ തന്നു, സന്താനങ്ങളെ തന്നു. മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയ്ൻ. നാം അല്ലാഹുവിനെ സ്തുതിക്കാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് സമൃദ്ധമായ അവൻ്റെ കാരുണ്യമാകുന്ന മഴയെ വർഷിപ്പിച്ചു തന്നു. അല്ലാഹുവിനെ സ്തുതിക്കണം. വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻഷുറു റഹ്മതഹു വഹുവൽ വലിയുൽ ഹമീദ്. നമുക്ക് സമാധാനത്തോടുകൂടെ സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യം, എല്ലാവരും ഏകോദര സഹോദരന്മാരായി ഒരുമയോടെ കഴിയുന്ന ഈ പെരുമ ലോകത്തിന് തന്നെ മാതൃകയാണ്. നമ്മെ ഭരിക്കുന്ന നല്ല ഒരു ഭരണകർത്താക്കളെയും നമുക്ക് നൽകി. അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കാൻ ബാധ്യസ്ഥരാണ്. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസന ഇന്ന റബ്ബനാ ലഗഫൂറുൻ ഷക്കൂർ. നമ്മുടെ സൈന്യം അവർ ഏറെ മനക്കരുത്തുള്ളവരാണ്. അവർ രാജ്യത്തിനു വേണ്ടി ജീവാർപ്പണം നടത്താൻ തയ്യാറുള്ളവരാണ്.
അൽഹംദുലില്ലാഹില്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ. അക്രമികളിൽ നിന്ന്, കടന്നുകയറ്റക്കാരിൽ നിന്ന് അവർ നമുക്ക് സംരക്ഷണം നൽകി. നാം റബ്ബിനെ ഇതിൻ്റെയൊക്കെ പേരിൽ സ്തുതിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലാഹുവേ, നിനക്ക് സ്തുതികൾ അർപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.